താനൂരൊരു പ്രോഗ്രാമുണ്ട്, 5 മണിക്ക് അവിടെ എത്തേണ്ടതുണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ സമയമുണ്ട്. സമയത്ത് പ്രോഗ്രാം ഇതിൻ്റെ ഒരു ഉദ്ഘാടനം, അതായത് നമ്മുടെ സുരക്ഷാ പദ്ധതി വിശദീകരണം അനുസ്മരണ സമയം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട MLA വളരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. പ്രത്യേകത സുരക്ഷാ പദ്ധതി ഫണ്ട് വിതരണമാണ്. ഞാൻ ഇതിൻ്റെ സംഘാടകർ എന്നെ ക്ഷണിക്കാൻ വന്നപ്പോൾ ഞാൻ അവരോട് ചോദിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വളരെ വിപുലമായി നടത്തുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഇതിനെ കണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് എനിക്കറിയാത്ത കാര്യമാണ്. ഏതായാലും ഇങ്ങനെയൊരു പദ്ധതി നടപ്പാക്കുന്നു, സഹായം നൽകുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. നിങ്ങൾ സംഘടന നടത്തുന്ന ഏറ്റവും നല്ല പ്രവർത്തനമായി ഞാൻ ഈ കാര്യത്തെ കാണുകയാണ്. ഇവിടെ തന്നെ തന്തൂർ ഹോട്ടലുടമ മുഹമ്മദ് അലി മഞ്ചേരി, അതുപോലെ തന്നെ ഹോട്ടലുടമ മോഹൻദാസ് എന്നിവരുടെ കുടുംബത്തിന് സഹായം നൽകുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഒരു സംഘടനയുടെ കൂട്ടായ്മ കെട്ടുറപ്പ് സംഘടന നൽകുന്ന ഒരു സുരക്ഷിതത്വ ബോധമായി ഞാൻ ഇതിനെ കാണുകയാണ്. ഇതിൽ അംഗമാകുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പല രീതിയിലും ഹോട്ടലെന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ വരുമാനമുള്ളവരുണ്ടാവാം, ഇല്ലാത്തവരുണ്ടാവാം. അതിൽ നിന്ന് മരണപ്പെട്ടു പോകുമ്പോൾ ആ കുടുംബം വേണ്ട രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തവരുണ്ടാകും. അങ്ങനെയുള്ളവരെ സഹായിക്കുക എന്നുള്ളത് തന്നെയാണ് സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. ഉത്തരവാദിത്തം ഈ സംഘടന നിറവേറ്റുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിരുന്നു. HRA രൂപം കൊണ്ടിട്ട് ഒരുപാട് കാലമായെങ്കിലും എനിക്ക് തോന്നുന്നു ഞാനൊരു 10-15 വർഷമായിട്ടാണ് ഞാനിതുമായി ബന്ധപ്പെട്ട് ചിലപ്പോഴൊക്കെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. മൊയ്തുട്ടിയാഴ്ച അതിൻ്റെ തലപ്പത്തിരിക്കുമ്പോഴാണ് എന്നെ പല പരിപാടിക്കും വിളിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് വരാറുണ്ട്. എനിക്ക് മൊയ്തുട്ടിയാഴ്ച എന്ന് പറഞ്ഞേക്കാൾ പാലസ് ആചാര്യ എന്ന് പറയുന്ന എനിക്ക് കൂടുതൽ സൗകര്യം. പാലസ് ഹോട്ടല് അദ്ദേഹം നടത്തും. നേതൃത്വത്തിൽ ഇവിടെ അസോസിയേഷന്റെ പ്രവർത്തനമല്ല, ഹോട്ടലുകാരുടെ പ്രവർത്തനം തുടങ്ങിയത് അന്ന് രാമേട്ടന്റെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം അദ്ദേഹം ഒരു ചെറിയ ഹോട്ടൽ തുടങ്ങി. അവിടെ അതിലൊരു ഭാരത് ഹോട്ടൽ എന്ന് പറഞ്ഞ് ആദ്യം പേരില്ലാത്ത ഹോട്ടൽ തുടങ്ങി, പിന്നെ ഭാരത് ഹോട്ടൽ തുടങ്ങി, പിന്നെ പ്രശാന്ത് ഹോട്ടൽ എന്ന മത്തായ ഹോട്ടൽ തുടങ്ങി. മലപ്പുറത്ത് വരുന്ന ആളുകൾ ഉദ്യോഗസ്ഥന്മാരായാലും മറ്റുള്ള ആളുകളായാലും കൽത്തേജിന് മുമ്പിലുള്ള കവാടത്തിലുള്ള ഈ ഹോട്ടലിൽ ആശ്രയിക്കാതാണ് പോകാൻ. എല്ലാവരും ഈ ഹോട്ടലിൽ ആശ്രയിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ. അങ്ങനെ ആ ബന്ധം നമുക്ക് സംഘടനയ്ക്ക് വലിയ മുതൽക്കൂട്ടായി. ഒരു കാലഘട്ടത്തിൽ നിന്നിപ്പോൾ നമുക്ക് സ്വന്തമായ ഓഫീസുണ്ട്. ഈ ഓഫീസ് ഉണ്ടാകുന്നതിന് മുമ്പ് ഹോട്ടൽ അസോസിയേഷന്റെ ഓഫീസ് ഏതാ വെച്ചാൽ പ്രശാന്ത് ഹോട്ടൽ. അവിടെയാണ് യോഗം കൂടാറ്, അവിടെയാണ് മിക്സ് ഉണ്ടാറ്. അങ്ങനെയാണ് പ്രിയമുള്ളത്. വളരെ സന്തോഷത്തോടു കൂടി ഈ പരിപാടി പങ്കെടുക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാമേട്ടൻ്റെ അനുസ്മരണമാണ് ഇവിടെ പ്രധാനമായിട്ട് നടക്കുന്നത്. ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രമുഖ സംഘടനയായിട്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ വളർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഒത്തിരിയേറെ വ്യക്തിത്വങ്ങളുണ്ട്. കേരളത്തിൽ നിന്ന് 14 ജില്ലകളിൽ ഏറ്റവും അടിത്തറയുള്ള ജില്ലാതല യൂണിറ്റ് തല പ്രവർത്തനം നടക്കുന്ന ഏറ്റവും നല്ല ജില്ലയാണ് മലപ്പുറം ജില്ല എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി തന്നെ പറയുവാൻ സാധിക്കും. അങ്ങനെയുള്ള മലപ്പുറം ജില്ലയുടെ പ്രവർത്തനത്തിന് അത് ഈ രീതിയിലുള്ള പ്രവർത്തന ശൈലിയിലേക്ക് കൈപിടിച്ച് ഉയർത്തി കൊണ്ടുവരുവാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ രാമേട്ടനെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഏറ്റവും മാതൃപൂർവ്വം എൻ്റെ ശിരസ് നമിച്ചുകൊണ്ട് ഞാൻ ആദരിക്കുകയാണ്. ഇത് മാത്രമല്ല, ഒരു കുടുംബത്തിലെ 3 അംഗങ്ങൾ, അതിനകത്ത് ശശികുമാറിന് മാത്രമാണ് എനിക്ക് നേരിട്ട് പരിചയമുള്ളൂ. മറ്റ് 2 പേരെയും നേരിട്ട് പരിചയമില്ലെങ്കിലും നമുക്കറിയാം എല്ലാവരെയും നേരിട്ട് പരിചയപ്പെട്ടിട്ടുള്ള അവരുടെ നല്ല കാര്യങ്ങൾ നമ്മൾ അറിയപ്പെടുന്നത്. ഇത് സംഘടനയെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണക്കുറുപ്പും അതുപോലെ തന്നെ അതിനു മുമ്പ് ഗോവിന്ദറാവു അടക്കം ഒത്തിരിയേറെ നേതൃനിരയിൽ ഇരുന്നവർ വളർത്തിക്കൊണ്ടുവന്ന കെ കുര്യാക്കോസ് അടക്കമുള്ളവർ വളർത്തിക്കൊണ്ടുവന്ന ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം അതേ രീതിയിൽ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം രാമേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശിരസ് നമിക്കേണ്ട ഒരു വ്യക്തിയാണ്. ഈ അവസരത്തിൽ ഞാൻ
പുണ്യമുള്ള സാധനമായിട്ട് മാറും. നേരെ മറിച്ച് ഹോട്ടലിൽ നമ്മളിപ്പോൾ ഹോട്ടലിനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയാൻ പാടില്ല. അതൊക്കെ അവിടെ നമ്മൾ ജോലിക്കാരൊക്കെ നിർത്താറുണ്ട്. നിങ്ങൾക്ക് പോലെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു ഏർപ്പാട് വേറെ ഇല്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? നല്ല സുഖമായി തോന്നുന്നുണ്ടോ? ഇതുപോലെ ഒരു നിൽക്കക്കടിയില്ലാത്തതുകൊണ്ട് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇത് തുടർന്ന് പോകാന്നല്ലാതെ ഇത് ഭയങ്കര സംഭവമാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ചെറിയ ലാഭമൊക്കെ കിട്ടുന്നുണ്ടാവും, പക്ഷേ ഒരു ദിവസം എത്രമാത്രം ടെൻഷനാണ് ഒരു ഹോട്ടലിന്റെ ഉടമ എടുക്കേണ്ടത്. ഭയങ്കരമായിട്ടുള്ള മാനസിക സമ്മർദ്ദം വരും. ശാരീരിക അധ്വാനം ചെയ്യാറുള്ളവർക്ക് അത് ആ പണി വരും. ബ്രക്ക് എടുക്കേണ്ട പണി അവനെ എടുക്കേണ്ടി വരും. എല്ലാവരും നോക്കേണ്ടി വരും. ആഹാരം വെച്ചു കൊടുക്കുന്നവനെ നിരീക്ഷിക്കേണ്ടി വരും. വെള്ളം, കറണ്ട്, സാധനങ്ങൾ, വാങ്ങിക്കേണ്ട സാധനങ്ങളെ വിലക്കയറ്റം, പ്രോബ്ലംസ് ഇങ്ങനെ ധാരാളമായിട്ടുണ്ടാവും. അപ്പൊ ഈ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ന് തന്നെയാണ് ജോലിക്കാരില്ല. അവർക്കും വേറെ നിവൃത്തിയില്ല. അല്ല ഹോട്ടലിൽ വന്ന് ജോലി ചെയ്യണമെന്ന് ആഗ്രഹമില്ലാത്ത ആളുകളുള്ള ആൾക്കാരുണ്ട്. വലിയ പുതിയ കാലഘട്ടത്തിൽ പുതിയ സ്റ്റാർ ഹോട്ടലിലൊക്കെ ജോലി ചെയ്യണം, അതിന് നല്ല ഉപ്പായം കിട്ടി നടക്കാത്ത കുട്ടിയൊക്കെ ഇടാം എന്നൊക്കെ ഉണ്ടാവുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണ ഹോട്ടലുകൾക്ക് അതൊന്നും സാധ്യതയില്ല. അപ്പൊ ഈ ജീവനക്കാരൻ ഈ ഒരു ആത്മാർത്ഥതയില്ലാതെ ഈ ഭക്ഷണം, ചായ ആണെങ്കിലും കൊണ്ടുവയ്ക്കുമ്പോൾ ആ ശബ്ദം ഉണ്ടല്ലോ, അതോടുകൂടി തന്നെ സ്നേഹമായി ലവ് ഹാസ് ബീൻ ലോസ്റ്റ്. അപ്പൊ സ്നേഹമില്ല. അപ്പൊ അത് അവന്റെ മാനസിക പ്രയാസങ്ങളും അവന്റെ കുട്ടികളുടെ ഭാഗ്യം കുറിച്ചുള്ള ഒരു ചിന്തയും അവന്റെ ശാരീരികവും മാനസികവുമായ രോഗങ്ങളും അവൻ നിങ്ങളുടെ രീതി വെച്ചിട്ട് നിങ്ങൾ കൊടുക്കാതിരുന്നതും അവനിനി കുറച്ച് ബാലൻസ് ശമ്പളത്തിൽ കൊടുക്കാനുള്ളതും എല്ലാം ഈ തരുന്ന ആളുകളുടെ ആഹാരത്തിലുണ്ടാവും. ഇതൊക്കെ തന്നെ ഇതൊക്കെ കലരുന്നത് കൊണ്ട് ആ ആഹാരത്തിന്റെ പോഷക മൂല്യം കുറയും. അതുകൊണ്ടാണ് വീട്ടിലെ ആഹാരം നല്ലത്. വീടുപോലെ ഹോട്ടലാകാൻ പാടില്ല. ഒരു ചേഞ്ചിന് വേണ്ടിയാണ് അങ്ങോട്ട് വരുന്നത്. വീടുപോലെ തന്നെയാണ് പോകാൻ പാടില്ല. വീട് വിട്ടാൽ മറ്റൊരു വീടിനൊക്കെ വെറുതെ എഴുതുകയാണ് തനി നാട് വീട്ടിൽ പോകും എന്നൊക്കെ പറഞ്ഞ റോഡിന്റെ സൈഡിൽ പഠിക്കണ്ടു. ആ പല സ്ഥലത്തും ഞാൻ നോക്കിയിട്ട് വീട്ടിൽ കൂടാണ് എഴുതുക. എനിക്ക് എന്റെ വീട്ടിൽ തയ്ച്ചത് വേറെ ആരാണ്ട് വീട്ടിൽ നിന്നിനെ കഴിക്കണം. അപ്പൊ അതൊക്കെ ഓരോ പബ്ലിസിറ്റിക്ക് വേണ്ടി തനി നാട്, അങ്ങനെ നാടൻ ആദ്യം പറഞ്ഞിരിക്കുന്നത് തനി നാടാണ്. ഈ തനി എഴുതണ്ടെന്ന് വിചാരിച്ച് വീട്ടിലെ കൂടും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കോമ്പറ്റീഷനും ഈ രംഗത്ത് കൈവന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആഹാരത്തിൽ മനുഷ്യന്റെ സ്വഭാവത്തിന്റെ പലതും ചെയ്തു. സ്നേഹമാണെങ്കിൽ സ്നേഹം ചെയ്തു, അതിൽ സ്നേഹം ചേർക്കണം, സന്തോഷം, നന്മ നിങ്ങളുടെ മനസ്സിലും ഈ വരുന്നവൻ നല്ല സുഖമായിട്ട് അങ്ങനെ ആരോഗ്യമുള്ളവനായി തീരട്ടെ എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് കാണും ഈ ആഹാരങ്ങളൊക്കെ. അപ്പൊ ഒരു കസ്റ്റമർ ഫ്രണ്ട്ലി ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. അതാണ് രാമേട്ടൻ്റെ അടുത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അവിടുത്തെ ആഹാരത്തിന് പിന്നെ താനെ രുചി കൂടുന്നു. രാമൻ അടുത്ത് നിന്നാൽ പിന്നെ ആഹാരത്തിന് രുചി ഏറി താനെ വേറെയാണ്. അദ്ദേഹത്തിന്റെ അന്വേഷണങ്ങളോട്